ചങ്ങായിമാരെ ഒരു പുതിയ വർക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് സൈറ്റ്. അപ്സ്റ്റെയർ വീടാണ്, കുറച്ച് പാക്കൻ എന്ന വീടാണ്. ഫ്രണ്ടിലെ മോഡൽ മൊത്തമായിട്ട് ഒന്ന് വൈഡിൽ കാണിച്ചു കൊടുക്ക്. സൂപ്പർ അല്ലേ? വീടിൻ്റെ മുറ്റത്ത് മൊത്തമായിട്ട് ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്. റോഡ് സൈഡിലുള്ള വീടാണ്. റോട്ടുമെന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് കുറച്ച് കയറ്റുണ്ട്. വണ്ടി കയറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ക്ലൈൻറ്റ് ഒരു ആപ്പക്ക് പീസാൻ്റെ സൂപ്പറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. പണിസാധനങ്ങളാണ് ഈ കാണുന്നത്. മൊത്തമായിട്ട് KGF ഉണ്ട്, ചിന്ന LT ഉണ്ട്, കയറുണ്ട്, വയറുണ്ട്, ചട്ടിയുണ്ട്, എല്ലാ തൂഫാനുണ്ട്. ഈ വിഷയത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ പേരെന്താ പറയുക? ഹോം റിനോവേഷൻ. പിന്നെ പറഞ്ഞിട്ടാണെങ്കിൽ റിനോവേഷൻ്റെ ഭാഗമായിട്ട് വീടിൻ്റെ ഉള്ളിൽ കുറേ ചുമരൊക്കെ പൊളിക്കാണ്ട്. അപ്പോൾ ഫ്ലോർ കേട് വരാതാക്കാൻ വേണ്ടിയിട്ട് പ്ലൈവുഡിൻ്റെ ഷീറ്റ് കുറേ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ചേരിൻ്റെ മുകളിൽ ഇതിട്ട് നിരത്തിയിട്ട് മാത്രമേ ചുമര് പൊളിക്കുള്ളൂ. അപ്പോൾ അത് റെഡി. ഇനി ഇവിടുത്തെ ക്ലൈൻറ്റ് തന്ന വർക്കുകൾ ഉള്ളിൽ നിന്ന് ഓരോന്നോരോന്നായി കാണിച്ചു തരാം. സ്റ്റെപ്പ് 1, 2, മൂന്നാമത്തെ കയറിയിരിക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ട് എത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള നാക്ക് സിറ്റ് ഔട്ടാണ് ഇവിടെ കൊടുത്തിക്കേണ്ടത്. കണ്ടോ? ഫ്രണ്ടിൽ ഗ്രില്ലുണ്ട്, കർട്ടൻ വെച്ച് മൂടിയിരിക്കുകയാണ്. കർട്ടൻ പൊതിച്ചിരിക്കുകയാണെങ്കിൽ എയർ ആൻഡ് വെളിച്ചം സെറ്റ്. ഇനി വീടിൻ്റെ ഫ്ലോറിൽ മൊത്തമായിട്ട് എന്താ പറയുക, പഴയ മോഡൽ 40-40 സെറാമിക് ടൈലാണ്. ശരിക്കും ഇതിൽ കുത്തുമ്പോൾ എയറില്ല, മുട്ടുമ്പോഴൊന്നും എയറും സാധനം വന്നില്ല. സംഭവം ദമ്മിൽ നിൽക്കുകയാണ്. ഈ മോഡൽ ട്രെൻഡ് ഔട്ട് അല്ലെ, മോഡലൊക്കെ ഔട്ടായതിൻ്റെ ഭാഗമായിട്ട് ഈ ടൈൽസ് വേണ്ട. മൂപ്പർക്ക് ഇത് പൊളിക്കാതെ വേറെ ടൈൽസ് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഉളി ആമറെടുത്ത് കുത്തി ഗ്രിപ്പാക്കാതെ ഗ്രൈൻഡർ കൊണ്ട് ഇങ്ങനെ ചിപ്പ് ചെയ്ത് കണ്ട് ഇതിൻ്റെ മുകളിൽ ഗമ്മിൽ പുതിയ ടൈൽ 6-4, 8-4 ഒട്ടിക്കാൻ പറ്റും. കാരണം എന്താണ്, ഈ ഫ്ലോറിനൊന്നും പറ്റിയില്ല. ഈ ഫ്ലോറിന് എന്തെങ്കിലും പറ്റിയിരിക്കണമെങ്കിൽ അവിടെ പൊളിച്ച് കണ്ട് എന്താക്കണം, കോൺക്രീറ്റ് ചെയ്തിട്ട് മാത്രമേ ഗമ്മ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും പറ്റാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലൈൻറ്റ് അതിനെപ്പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ചെയ്യും. സിറ്റ് ഔട്ടിലെ പോയി. ഈ സിറ്റ് ഔട്ടിലെ ഈ ചുമരുമ്മൽ ഒരു സാധനം കണ്ടോ? ഒരു ഓട്ട കറക്റ്റ് സ്ക്വയറിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിനെ പറ്റി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് ഈ കാണുന്ന വാതിലുണ്ടല്ലോ, ഇത് ലിവിങ്ങിലേക്ക് പോകുന്ന സംഭവമാണ്. ലിവിങ് റൂമിൽ ഈ മൂലത്തെ റൂം ആയതുകൊണ്ട് 3 കളിന് 2 വിൻഡോടെ കാണാൻ പറ്റും. ഈ കാണുന്ന മൊത്തമായിട്ട് സോഫ കേട്ടോ. അപ്പോൾ ഒരാൾ വന്നിക്കുകയാണെങ്കിൽ നേരെ സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിങ്ങിലേക്ക് വരും. ഈ റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ ലിവിങ് റൂം ബെഡ്റൂം ആകാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താക്കുമെന്ന് അറിയാം, സിറ്റ് ഔട്ടിൽ നിന്ന് വരുന്ന ഈ വാതിൽ ഫ്രെയിം മരത്തിൻ്റെ അത് കേട് വരുത്താത്ത കോലത്തിൽ ഊരിയിട്ട് ഇവിടെ 8ൻ്റെ കല്ല് പടവെത് കണ്ട് ഇത് ഒറ്റ ചുമരാക്കി മാറ്റും. അപ്പം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇത് ക്ലോസ് ആവും. ഇനി എന്ന് പറഞ്ഞാൽ ലിവിങ്ങിൽ നിന്ന് ഹാളിലേക്ക് പോകുന്ന മെയിൻ ഡോറാണ് ഈ കാണുന്നത്. മെയിൻ ഡോർമേൽ ഒരു പണിയില്ല, വാതിലിന് ഫ്രെയിമിനൊന്നും ചെതലൊന്നും വന്നിട്ടില്ല, സംഭവം സെറ്റാണ്. ഹാളിലേക്ക് കയറി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇവിടെ ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ വർക്ക് എന്താ അറിയോ, ഈ കാണുന്ന ചുമരുണ്ടല്ലോ, ഇതിൻ്റെ ബാക്കിൽ ബെഡ്റൂമാണ്. അപ്പോൾ ഈ ചുമര് മൊത്തം എടുക്കും. അപ്പോൾ എന്താവും, ഈ ലിവിങ് ബെഡ്റൂം ആയല്ലോ. അപ്പോൾ ഈ ബെഡ്റൂം ഇവിടെ ലിവിങ് ആവും, ഹാൾ വിത്ത് ലിവിങ്. പിന്നെ ഈ ചുമര് മൊത്തം എടുക്കുമ്പോൾ ഇവിടെ ഒരു IBM വെക്കാണ്ട് ഇരുമ്പിൻ്റെ. അപ്പോൾ അത് സെറ്റപ്പാക്കി കൊടുക്കും, ജാക്കി വെച്ച് കണ്ട് സെറ്റപ്പാക്കിയിട്ട് അതൊക്കെ നമ്മൾ കാണിച്ചു തരാം. പിന്നെ നെക്സ്റ്റ് വർക്ക് എന്താ ചെയ്യുകയാണെങ്കിൽ ഈ സിറ്റ് ഔട്ടിൻ്റെ ബാക്കിലത്തെ ചുമരുണ്ടല്ലോ, ഇതുമ്പോൾ ഇവിടുത്തെ TV കാണാൻ പറ്റും. എത്ര ഇഞ്ച് TV ആണെന്നല്ലേ പെട്ടെന്ന് കറക്റ്റ് പറഞ്ഞാൽ പറ്റില്ല. എന്തായാലും TV കണ്ടോ, ഇത് ഈ ചുമരുമ്പോൾ ഏകദേശം ഒരു 6 ഇഞ്ചോളം പുറത്ത് കണപ്പ് നിൽക്കുന്നത്. ഇവിടെ ഗ്യാപ്പ് 6 ഇഞ്ച് ഉണ്ട്. ഈ TV ഇവിടുത്തെ വീട്ടുകാർക്ക് മെയിനായിട്ട് ഇവിടെ കുട്ടികളെ മേത്തൊന്നും തട്ടാത്തതിൻ്റെ മെയിൻ കാരണം എന്താ അറിയോ, ഈ മൂലയ്ക്ക് നോക്കുമ്പോൾ TV വന്നിട്ട് ഒരടി ബാക്കിയുണ്ട്, 40 സെൻറ്റോളം. വാതിലെ ഫ്രെയിം ഈ മൂലയിലല്ലേ, അപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഇതുമ്പോൾ തട്ടൂല. അതേപോലെ തന്നെ ഈ മൂല നോക്കുമ്പം ഈ ചുമരിൻ്റെ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് ഒരടിയോളം ഈ ഫ്രെയിം വെക്ക്, ഒരടി വിട്ടിട്ടാണ് ഫ്രെയിം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആക്സസിലും ആരും മേത്തും തട്ടൂല. പക്ഷേ TV റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ നീ മൊത്തത്തിൽ എന്ത് ചെയ്ത് വരുന്നത്, ജാളി വരും. ചുമര് കട്ട് ചെയ്ത് കണ്ടൊക്കെ കാണിച്ചാറുണ്ട്. അപ്പോൾ TV കൊടുക്കാൻ വെക്കണമെന്ന് അറിയോ, ഈ കാണുന്ന ചുമരുമേല വെക്കാൻ വേണ്ടി പോണത്. ഈ കാണുന്ന ചുമരെന്ന് പറഞ്ഞാൽ അടുക്കളയ്ക്ക് പോകുന്ന മെയിൻ ആക്സസാണ്. കണ്ടോ, ഇതാണ് അടുക്കളയ്ക്കുള്ള വഴി. ആൾക്കാർ എപ്പോഴെപ്പോഴും പോകില്ലേ. അപ്പോൾ അതേപോലെ TV ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ചാടി നിൽക്കുകയാണെങ്കിൽ കുട്ടികളെ തലമേലൊക്കെ തട്ടും. കണ്ടോ, ഇത്ര ഐറ്റല്ലേ ഉള്ളൂ, കുട്ടികളെ തലമേൽ എന്തായാലും തട്ടും. അപ്പോൾ ചാടി നിൽക്കാനേ പറ്റില്ല, ആൾക്കാരെ മേത്തൊക്കെ തട്ടൂലേ. അപ്പോൾ നമ്മൾ മൂപ്പർക്ക് ഐഡിയ കൊടുത്ത്, കാരണം അല്ലേ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഒന്നില്ലെങ്കിൽ ഇവിടെ TVൻ്റെ ഷെൽഫ് അടിക്കുക. എങ്ങനെയെന്നറിയാം, ഈ ലെവലിൽ ഇവിടെ ഇപ്പോൾ ഏഞ്ച് ഉണ്ടല്ലോ, ആ ഏഞ്ച് ലെവലിൽ ഒരു ഷെൽഫ് അടിച്ചുകൊണ്ട് എക്സ്ട്രാ അതിൻ്റെ ഉള്ളിൽ TV കയറ്റിക്കുക. അപ്പോൾ അത് മൂപ്പർക്ക് താല്പര്യമില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് കപ്പൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഐഡിയ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് TVൻ്റെ ലെവലിൽ മൂപ്പർ എത്രയാണോ പറയുന്നത് ആ ലെവലിൽ കറക്റ്റ് ചുമര് കട്ട് ചെയ്ത് കണ്ട് എന്തൊക്കെ തരാം, പുറത്ത് ബോർഡ് അടിക്കുക, എന്നിട്ട് TVയുടെ ഉള്ളിൽ കയറ്റുക. അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ചുമര് എന്താക്കും, പൊളിച്ചിട്ട് അവിടെ മറ്റേ ജാളി വെച്ച് കണ്ട് സെറ്റാക്കും. ഇവിടെ TV കയറ്റും. പിന്നെ ഇവിടുത്തെ അടുത്തൊരു ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം. ഓക്കെ, ഒരു ബെഡ്റൂം അത് ലിവിങ് ആകാൻ വേണ്ടി പോവാണ്. അടുത്ത ബെഡ്റൂമാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പണിക്കുന്ന വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സാധനം മൊത്തമായിട്ട് മാറ്റിയതാണ്, ഫുള്ള് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ റൂമിലേക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മൂലയിൽ ചുമര് കട്ട് ചെയ്തൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ മതി, ഡോർ ഗ്യാപ്പ്. മൂപ്പർക്ക് അവിടെ പറ്റില്ല, ഇവിടെ തന്നെ പറ്റുള്ളൂ. ഈ അൾമാറ കവർ ചെയ്ത് നിൽക്കണം ചുമര്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു കട്ടിങ് വരുന്നുണ്ട്. അതിന് ബാക്ക് പോയിട്ട് കാണിച്ചു തരാം. ഈ റൂമിലേക്ക് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായി മാറും. അവിടെ തുറന്നു കഴിഞ്ഞാൽ ഇനി വീണ്ടും ഹാളിലേക്ക് തന്നെ എത്തി ഇനി ഇങ്ങനെ ഇങ്ങോട്ട് പോകാം. ഇങ്ങോട്ട് വന്നിക്കുകയാണെങ്കിൽ ഇത് വീടിൻ്റെ പഴയ അടുക്കളയാണ്. പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറേ ഏച്ചുകുട്ടിയൊക്കെ ഉണ്ടാക്കി വീട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചുമരുണ്ടില്ലേ ജി, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മീറ്ററോളം ഇതിൻ്റെ ബാക്കിൽ അടുപ്പുണ്ട്. അടുപ്പിനെ കവർ ചെയ്ത ചുമരാണ് ഈ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ ഈ തേപ്പൊക്കെ പൊളിച്ച് കണ്ട് എന്താക്കുമെന്ന് അറിയാം,
ഇവിടെ ഏകദേശം എന്താ 2 മീറ്റർ നീളം വരുന്നുണ്ട്. ഒരു ചാല് കീറികാണ്ട് ബീം അതിൽ റിങ് ഇറക്കി കെട്ടി വെച്ചുകാണ്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ ചുമര് മൊത്തം മുട്ടിക്കും. 5 കട്ടങ്ങനെ, 1 മീറ്ററിൽ 5 കട്ടങ്ങനെ. അപ്പോൾ 5 × 5 25, 3 മീറ്ററിൽ 75 കട്ട പടുത്തുകാണ്ട് എന്താക്കും, അവിടെ ചുമര് തുറന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് നീളത്തിലുള്ള ഒരു റൂമായി മാറി. അതിൻ്റെ ഭാഗമായിട്ട് നോക്കിയാൽ ഈ അടുപ്പ് പോവും. ഇതിൻ്റെ മുകളിലത്തെ ചിമ്മിണിക്കൂടൊക്കെയാണ്, ചിമ്മിണിക്കൂടൊക്കെ പോകാൻ ചിമ്മിണിക്കൂടിൻ്റെ ഈ ഒരു എൽ ഷേപ്പ് മാത്രമേ പോക്കുള്ളൂ. മറ്റേ പാരപ്പറ്റ് പോലെ ഇടന്നോട്ടെ സ്ലേവ് മൊത്തം പോകും. ഈ ബോർഡൊക്കെ തട്ടും, ഈ റാക്ക് തട്ടും. പിന്നെ ഫസ്റ്റ് ക്ലൈൻറ്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ചുമര് കെട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അട്ടാക്കുക, ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ കൂട്ടി മുട്ടിച്ചുകൊണ്ട് റൂഫ് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞ അതിൻ്റെ ആവശ്യമില്ല. ഇത് മൊത്തം പൊളിച്ചുകൊണ്ട് റൂഫിന് ഐറ്റം ഉണ്ടായിക്കോട്ടെ. പിന്നെ ഈ ജനാല പോവും, അവിടെ ഒരു വെന്റിലേഷൻ കൊടുക്കും. ഓക്കെ, ഇനി കുറച്ച് പണിയുണ്ട്, സാധനം കുറേയൊക്കെ മുകളിൽ കൊണ്ടാക്കാനൊക്കെ ഉണ്ട്. ഈ നെക്സ്റ്റ് പരിപാടി നമ്മൾ ഇതിനെ കൂടെ തന്നെ ഒരു ഐഡിയ കൂടെ പറഞ്ഞു. എങ്ങനെയാണെന്നറിയോ, ഈ ചുമര് അങ്ങോട്ട് മൊത്തം പോവല്ലേ, അപ്പോൾ ഈ റൂമിൻ്റെ സെൻറ്ററിൽ കൂടെ കെട്ടായി. അപ്പം ഈ മുക്കാലിൽ ഏകദേശം ഇവിടെ 1 മീറ്ററും ഒരു 20 സെൻറ്റ് വിട്ടുകാണ്ട് ഇവിടെ ചുമര് കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ കോമൺ ബാത്റൂം അവിടെ നിൽക്കുന്നത് അടുക്കളേൻ്റെ അടുത്ത്, അത് അവിടെ നിന്നിട്ട് മാറ്റാറുണ്ട്. അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല, താല്പര്യമില്ല. അവിടെ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഡോർ എടുത്തുകാണ്ട് കോമൺ ബാത്റൂം ഇതിൻ്റെ കൂടെ തന്നെ പൈപ്പ് ലൈൻ എന്താക്കാൻ പറ്റും, സെറ്റപ്പ് ആക്കാൻ പറ്റും. കാരണം ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ, അടിയിൽ മണ്ണല്ലേ, നമുക്ക് എത്രയും കയറാൻ പറ്റുമല്ലോ. അപ്പോൾ അത് താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചുമര് കൊടുത്തുകാണ്ട് ഒരു അറ്റച്ച്ഡ് ബാത്റൂമും ഇതെന്താക്കാന്നറിയോ, ഒരു വാഷ് ബേസിന് ഹാളത്തെ ആരും കാണൂല്ലേ, ഒരു ഇടനോട് കുടുങ്ങിനി അങ്ങനെ ആക്കാൻ പറഞ്ഞു കൊടുത്തതിനാൽ മൂപ്പർക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് മൂപ്പർ ഐഡിയക്കാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും എന്താക്കി അടുക്കളയ്ക്ക് എത്തി. ഇനി വീട്ടിലത്തെ കോമൺ ബാത്റൂം ഇവിടെ എന്നറിയോ, ഇതാ ഈ മൂലയിലാണ്. ഇത് അടുക്കള കേട്ടോ, ഇത് ഫുള്ളായിട്ട് അടുക്കള. സിങ്കൊക്കെ അവിടെ കാണാൻ പറ്റും. ചായ നമ്മൾ ഉണ്ടാക്കി കുടിക്കണം. വർക്ക് ഇനി ഫുൾ ഫടാഫട. അത് പുറത്തേക്കുള്ള വാതിലാണ് സെറ്റ്. ഞാൻ എന്താ പറഞ്ഞാൽ അറിയോ, ഈ മൂലയിൽ ചുമര് തുറക്കുക, തുറന്നിട്ട് എന്താക്കുന്നറിയോ, ഇതൊക്കെയാ ഈ കാണുന്ന ഇടം മുട്ടിക്കുക, ക്ലോസറ്റൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽക്കൂടെ കയറിയ സ്റ്റോർ റൂമായി. സ്റ്റോർ റൂം എന്താക്കുക, അവിടുന്ന് ആക്സസ് ആരും കാണൂല. ഈ ചുമര് ഇങ്ങനെ സ്ട്രൈറ്റ് വരും. എന്നിട്ട് ഈ ബാത്റൂമിനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അത് മൂപ്പർക്ക് എന്താ പറയുക, മൂപ്പര് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈൻറ്റ് വാസ്തുപരമായിട്ട് നല്ല ശ്രദ്ധിക്കുന്ന ആളാണ്. ആൾ ഉഷാറാട്ടെ, മിയാമി ആളാണ്, നാക്കാണ് എല്ലാം കൊണ്ടും. അതിൽ മൂപ്പര് പറഞ്ഞ് എല്ലാം ഇഷ്ടപ്പെട്ടാണ് സംഭവം, പക്ഷേ നമുക്ക് അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞ ഐഡിയക്കാണ് വർക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയി കൊണ്ടിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വർക്ക് ഓവറൊന്നുമില്ല. ഇവിടെ ഈ സ്റ്റെയർ കയറുമ്പോൾ ലാൻഡിങ് ഉണ്ടല്ലോ, ലാൻഡിങ്ങിൽ ഒരു 60 വീതിയും 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരു വിൻഡോ ഒറ്റക്കള്ളി കാണാൻ പറ്റും. അത് മൂപ്പർക്ക് മിനിമം 2 മീറ്റർ ആക്കണം. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഇത് എടുത്തിട്ട് അവിടെ ഇരുമ്പിൻ്റെ വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ ചുമര് കെട്ടിയാനൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഫ്ലോർ വയ്ക്കുക, ഫ്ലോറൊന്നും കയറിയെടുത്താൻ പാടില്ല. IBM ഒക്കെ നാളെ കൊണ്ടുവരും ഇരുമ്പിൻ്റെ, ഇവിടെ വെക്കാനുള്ളത്. അതൊക്കെ പ്രൈമർ അടിച്ചുകൊണ്ട കയറ്റുക. അപ്പോൾ ലാസ്റ്റ് മൊത്തത്തിലൊന്നും കണ്ടില്ലേ, അങ്ങനെ ഉണ്ട്. TV ഒക്കെ അവിടേക്ക് പോകാൻ വേണ്ടി പോട്ടോ. പ്രീമിയർ ലീഗ് അങ്ങനെ അറിയാം, മൂപ്പര് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ ഈ മതിൽ പോയിക്കുകയാണെങ്കിൽ ഇവിടെ സോഫ ഇടും. ഇവിടെ സോഫ ഇട്ട് കണ്ട് അത്ര ലെങ്ത്തിൽ ഏകദേശം ഒരു 5-8 മീറ്റർ ആയില്ലേ. ഇവിടെ ഇരുന്ന് കണ്ട് സൗത്താംപ്ടൻ്റെയും ചെൽസിൻ്റെയും ലിവർപൂളിൻ്റെ കളി മൂപ്പര് കാണുമല്ലോ. അതിന് മൂപ്പർക്ക് സെറ്റപ്പാക്കി കൊടുക്കണം. പിന്നെ സമയം നോക്കിയാൽ ഇന്ന് നമ്മളെ വർക്കിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. സമയം പറയുന്നതിന് മുമ്പ് ഒരു പോയിൻറ്റും കൂടെ പറയേണ്ട എന്തായാലും ഒന്ന് പുറത്തേക്കുക. ഇത് പുറത്തത്തെ ഗ്രില്ല് ഫുള്ള് സ്ക്വയർ ഓട്ടല്ലേ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് വീടിൻ്റെ അപ്പുറം സൈഡ് കാണാനുണ്ട്. എങ്ങനെയാണെന്നറിയോ, ഇത് വീടിൻ്റെ മുമ്പത്തെ ഫസ്റ്റ് ചുമര ഉദ്ദേശിച്ചോളി, ഗ്രില്ലാണ് കൊടുത്തിക്കേണ്ടത്. ഓക്കെ, ഊതി അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്, ആ നേക്കല്ലേ. പിന്നെയെന്ന് പറഞ്ഞേക്കാണെങ്കിൽ വെളിച്ചം വേറെ വരുന്നില്ലേ, എങ്ങോട്ട് വാ. ഇതില്ലേ രണ്ടാമത്തെ ചുമര്. ഈ ചുമരമ്പൽ ഇതാ ഒരോട്ടുണ്ട് കറക്റ്റ്. ആ ഓട്ടയെ കൂടെ അങ്ങ് നോക്കുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് കാണുന്നുണ്ട്. കൊതുകൊന്നും വരില്ല, നെറ്റിട്ട് മറിച്ചുണ്ട്, എന്നാലും വെളിച്ചമൊക്കെ ഉണ്ട് കറക്റ്റ് കേട്ടോ. ഇനി ഇതിൻ്റെ അതേ വാട്ടർ ലെവൽ ഇത് 3ാമത്തെ ചുമരാണ്. 1ാമത്തെ ചുമര് ഗ്രില്ല്, 2ാമത്തെ ചുമര് TV ചുമര്, 3ാമത്തെ ചുമരാണ് ഈ കാണുന്നത്. അതേ വാട്ടർ ലെവലിൽ അതേ ഹൈറ്റിൽ വയ്ക്കുക. ഇവിടെയും അതേ പൈപ്പിൻ്റെ ആ ഗ്യാപ്പിൽ തന്നെ ഓട്ടോ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ അത് പക്കാട്ടോ ഒരേ അളവാ സെറ്റ്. ഇപ്പം 3ാമത്തെ ചുമരുമേലും ഓട്ടോ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി 4ാമത്തെ ചുമരാണ് ഈ കാണുന്നത്. അപ്പുറപ്പുറമൊക്കെ ഈ സാധനം വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ. പിന്നെ പറഞ്ഞാൽ 5ാമത്തെ ചുമര് പറഞ്ഞാൽ അവിടെ എന്താ ഗ്രില്ലാണ്. അപ്പം ശരിക്കും അവിടുന്ന് കിട്ടി വെളിച്ചം അപ്പുറത്തേക്ക് എത്തും. ഈ പോക്കുവരവൊക്കെ ഉണ്ടാവില്ലേ, വാസ്തുപരമായിട്ട് പോക്കുവരവൊക്കെ ശ്രദ്ധിക്കണ ഒരു വീട് കേട്ടോ. അപ്പോൾ അതൊന്നും നഷ്ടപ്പെടില്ല. അപ്പം നഷ്ടപ്പെടുമായിരുന്നു ഈ ചുമരെടുത്തുകാണ്ട് നമ്മൾ പിറകോളൊക്കെ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ജാളി വെക്കുമ്പോൾ ആ ജാളിൻ്റെ ഇടയിൽ കൂടെ ഈ ഓട്ട വന്ന് വിടും. അപ്പം വീണ്ടും സെറ്റായി. പിന്നെ ആ വാക്കിലെ ചുമരം നമ്മൾ കേട് വരുത്തുന്നില്ലല്ലോ. പിന്നെ ഇന്ന് ഫസ്റ്റ് ഇടയാണ്. സമയം നോക്കിയാൽ കുറേ ലോങ്ങാണ് പണിസ്ഥലം. 11:15. ഇന്നത്തെ ദിവസം നോക്കിയാൽ ട്യൂസ്ഡേ August 19. പിന്നെ ക്ലൈൻ്റ് എന്ന് ചൊവ്വാഴ്ച അല്ല, ഇന്ന് സ്റ്റാർട്ടാണ്. പഴയകാലേ മൂപ്പര് ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പ്രവാസിയാണ്, ഗൾഫിക്ക് പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് ഈ വർക്ക് മൊത്തം തീർക്കണം. ആ ടൈലൊക്കെ ഒട്ടി തീർക്കണം. ഏത് പിന്നെ ഈ ബാത്റൂമിന് ടൈൽ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അത് മൂപ്പര് അടുത്ത വട്ടം വന്നു ചെയ്താൽ മതി. പക്ഷേ ആ കോമൺ ബാത്റൂം എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ ടൈലൊക്കെ ഒട്ടിച്ച് തീർക്കും വേണം.
അപ്പോൾ ആ ലെവലിൽ നമ്മൾ വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട്, സ്റ്റാർട്ടാക്കാൻ വേണ്ടി പോണ്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കുള്ള ലാഭം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും ഇത്രത്തോളം വർക്കൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെയൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഇനി നടക്കാൻ വേണ്ടി പോണത് ഒരു ഫഡ് പണിയാണ്. ഓക്കെ, സെറ്റ്.